സോ ഹായ് ഗൈസ്, ഇപ്പോൾ ഞാൻ സാംസങ് ഗാലക്സി S23യുടെ വീഡിയോ ഉണ്ടപ്പോൾ നിങ്ങൾ നന്നായിട്ട് റെസ്പോൺസ് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറേ കമൻസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ ഡൗട്ട് ഉണ്ട് എല്ലാം ഡൗട്ട്സും ഞാൻ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യണതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് നോക്കുകയെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S23 128GB സ്റ്റോറേജ് വേരിയൻറ്റ് മേടിക്കണോ അതോ 256GB സ്റ്റോറേജ് വേരിയൻറ്റ് മേടിക്കണോ? അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ 256GB സ്റ്റോറേജ് വേരിയൻറ്റ് മേടിക്കായിരിക്കും നല്ലത്. ബിക്കോസ് നമുക്ക് രണ്ട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഗുണം നോക്കുകയെന്ന് വെച്ചാൽ 128GB സ്റ്റോറേജ് വേരിയൻറ്റിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജാണ് കിട്ടുന്നത്. അതേമാതിരി നമുക്ക് 256GB സ്റ്റോറേജ് വേരിയൻറ്റിൽ നമുക്ക് UFS 4.1 സ്റ്റോറേജാണ് കിട്ടുന്നത്. 4.0 സ്റ്റോറേജാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പെർഫോമൻസിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും മേടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ 256GB സ്റ്റോറേജ് വേരിയൻറ്റ് മേടിക്കുക. ഇനിയിപ്പോൾ അടുത്ത ഡൗട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഈ ബിഗ് ബില്യൺ ഡേയ്സ് സെയിലിൽ സാംസങ് ഗാലക്സി S23 ആൻഡ് iPhone 14 ഈ രണ്ട് ഫോണിനും ഏകദേശം ഒരേ പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇതിലത്തെ ഏത് ഫോണാവും മേടിക്കരുത് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S23 ആണ് കുറച്ചുകൂടി ക്ലെവറായ ഡെസിഷൻ. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് iPhone 14 നമുക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. അതേമാതിരി നമുക്കൊരു ടെലിഫോട്ടോ ലെൻസൊന്നും കിട്ടുന്നില്ല. പിന്നെ iPhone 13 ആൻഡ് 14 നമുക്ക് കുറേ ഗ്രീൻ ലൈൻ ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസ് കാണാൻ കിട്ടുന്നുണ്ട്. iPhone 12 ആൻഡ് 15 കാണാൻ കിട്ടില്ല. പക്ഷേ 13 ആൻഡ് 14 കുറേ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ പ്രോബ്ലംസ് കാണാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേമാതിരി ക്യാമറ എനിക്ക് പേഴ്സണലി S23യുടെയാണ് ഇഷ്ടപ്പെട്ടത് കമ്പയർഡ് ടു iPhone 14. ഇപ്പോൾ അടുത്ത ഡൗട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് 3900 mAh ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ യൂസേജിനെ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് എല്ലാവരുടെയും യൂസേജ് വ്യത്യാസമായിരിക്കും, എല്ലാവരുടെയും സ്ക്രീൻ ഓൺ ടൈം വ്യത്യാസമായിരിക്കും. അപ്പോൾ എൻ്റെ യൂസേജിൻ്റെ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഞാൻ 60% ഓഫ് ദ ടൈം വൈഫൈയിലായിരിക്കും, 40% ഓഫ് ദ ടൈം 5Gയിലായിരിക്കും, ജിയോ 5Gയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നത് എൻ്റെ യൂസേജിൽ ഞാൻ ഗെയിംസ് ഒന്നും അധികം കളിക്കാറില്ല, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് നോക്കാറുണ്ട്, ഇടയ്ക്ക് സീരീസോ സിനിമയോ കാണാറുണ്ട്, പിന്നെ കോൾസ്, പിന്നെ ക്യാമറ ഇടയ്ക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യൂസേജ്. ഗെയിംസ് ഞാൻ കളിക്കാറില്ല. അപ്പോൾ എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടുന്നത് ഇങ്ങനത്തെ യൂസേജിൽ. അതേ സമയത്ത് ഞാൻ വെറും വൈഫൈയിലല്ല, വെറും 5Gയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. ബിക്കോസ് 5G പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നതാണ് ഈ ഫോണിൽ. ഇനിയിപ്പോൾ അടുത്ത ഡൗട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈയിൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസോ ഇങ്ങനെയൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഇതിലൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടില്ല. പക്ഷേ നിങ്ങൾ 5Gയിൽ ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വാം ആവും, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ 5Gയിൽ ഗെൻഷിൻ ഇമ്പാക്റ്റ് മാറ്റ ഗ്രാഫിക് ഇൻറ്റൻസീവ് ഗെയിംസോ കളിക്കാൻ വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ ഓവർ ഹീറ്റിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും ഇതിൽ. അപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ വേറൊരു ഡൗട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഗെയിമിങ്ങൊക്കെ കളിക്കാൻ കളിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൻ്റെ പകരം നമുക്ക് iQOO Neo 9 Proൻ്റെ കൂടെ പോവുക. സെയിം ചിപ്സെറ്റൊക്കെ തന്നെയാണ്, 8 Gen 2 പ്രോസസ്സറൊക്കെ തന്നെയാണ്. ആ ഫോണിൻ്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് അതിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫോൺ ഒരു കോമ്പാക്റ്റ് ഫോണായതുകൊണ്ട് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ചെറിയ സ്ക്രീനിൽ ഗെയിംസ് ഒന്നും കളിക്കാത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി വേറെ ഡൗട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വല്ലതും വരുമോയെന്ന്. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ പറയാൻ പറ്റുക. ഇതിലിപ്പോൾ മോട്ടോറോളയിലും OnePlusലും റിയൽമിയിലും നത്തിങ്ങിലും സാംസങ്ങിലും എല്ലാ ഫോണിലും നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് കാണാൻ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗ്യമായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്ത ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഫ്രീ ആയിട്ട് അവർ സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. S സീരീസിൻ്റെ ഫോണായതുകൊണ്ട് കുറച്ചും കൂടി ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ ഡെൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ
സ്ക്രീൻ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരും, ഈവൻ ഇഫ് ഇറ്റ്സ് ഔട്ട് ഓഫ് വാറണ്ടി. ഇനിയിപ്പോൾ അടുത്തത് നെറ്റ്വർക്ക് ക്വാളിറ്റി. ഇപ്പോൾ പൊതുവേ നോക്കുകയെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഫോണിനൊന്നും അത്ര നല്ല നെറ്റ്വർക്ക് കിട്ടാറില്ല സാധാരണ. നമുക്ക് ഇപ്പോൾ 5Gയുടെ നെറ്റ്വർക്കൊന്നും അത്ര പെട്ടെന്ന് പിടിച്ചെടുക്കില്ല സാംസങ്ങിൻ്റെ ഫോൺസ്. പക്ഷേ S23ൽ എനിക്ക് സർപ്രൈസായി, സത്യം പറയാലോ. ജിയോൻ്റെ നെറ്റ്വർക്ക് എൻ്റെ അടുത്ത് 4-5 ഫോൺസ് ഉണ്ട്. ആ 4-5 ഫോൺസിലും എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന്. പക്ഷേ ഈ ഫോണിൽ 5G കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എൻ്റെ റൂമിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ 5Gയുടെ നെറ്റ്വർക്കും നല്ലതാണ്, 5Gയുടെ സ്പീഡ്സും നല്ലതാണ്, പിന്നെ കോൾ ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല, പിന്നെ കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വാർണിംഗ്. അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റിയിൽ എനിക്ക് ഒരു പ്രോബ്ലമും തോന്നിയിട്ടില്ല S23ൽ. ഇപ്പോൾ അടുത്തത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അപ്പോൾ ഈ ഫോൺ ലോഞ്ച് ആയപ്പോൾ Android 13ലാണ് ലോഞ്ച് ആയത്. അപ്പോൾ സാംസങ് പ്രോമിസ് ചെയ്തിരുന്നു 4 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. ഇപ്പോൾ Android 13 14ലേക്ക് വന്നു കഴിഞ്ഞു. ഇനി 3 വർഷത്തിൻ്റെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്, 4 വർഷത്തിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഐ ആം 100% ഇംപ്രസ്ഡ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ ടെലിഫോട്ടോ ലെൻസ്, ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, ഈ 4 ക്യാമറയിലും നിങ്ങൾക്ക് നല്ല ഇംപ്രസീവായ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഡേ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ലോ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ഇംപ്രസീവായ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല ഈ ഫോണിൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ. അത്രയും നല്ല ഫോട്ടോസാണ് ഇത് ക്ലിക്ക് ചെയ്യണത്. അതേമാതിരി വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും ഐഫോണിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും നല്ല സ്റ്റേബിളായ വീഡിയോസാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ക്യാമറേനെ പറ്റിയിട്ട്. ഇപ്പോൾ കുറേ പേരുടെ ഡൗട്ടുണ്ട് നമ്മുടെ ഈ S23ൽ ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഡൗൺഗ്രേഡ് ചെയ്യണതാണെന്ന്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് S21FE ഉണ്ട്. S21FE ലോഞ്ച് ആയപ്പോൾ അതിൻ്റെ ക്യാമറാസ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ മാറിയായിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് എൻ്റെ ക്യാമറ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ അവർ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടി. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് S22 ഉണ്ട്. അപ്പോൾ അതിലും കുറേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ക്യാമറ ഇതുവരെ ഡൗൺഗ്രേഡ് ആയിട്ടില്ല. അതിൽ മേടിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമറ ക്വാളിറ്റി, അതേമാതിരത്തെ ക്യാമറ ക്വാളിറ്റിയാണ് ഇപ്പോഴും കിട്ടുന്നത് S22ൽ. അപ്പോൾ ഇതിലും ക്യാമറ ക്വാളിറ്റി ഡൗൺഗ്രേഡ് ആവില്ല എന്ന് വിചാരിക്കണോ? അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറേ ഡൗട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ലതും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.